ഗൈസ് ഇവിടെ കുറേ ക്രൗഡാണ്, എന്താ ചെയ്യുക? എല്ലാവരും വെറുതെ സിംപിളി സ്റ്റാൻഡ്. ഞാൻ ഇപ്പോൾ പോയാൽ എല്ലാവരും മാറി തരും, കാരണം മൈ നെയിം ഈസ് കാർലോസ് ജീസസ്. ഗൈസ് അങ്ങനെ നമ്മളെ ക്യാബ്സ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഗൈസ്. അപ്പോൾ നമ്മളുള്ളത് അജ്മാൻ സിറ്റി സെൻറ്ററിലെ ക്യാബ്സിയിലാണ്. നമ്മളെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഓർഡർ ചെയ്ത ഇതൊന്ന് പറഞ്ഞോടാ, എന്തൊക്കെയാണ്? എട്ട് പീസ് ചിക്കന്, 4 പീസ് സ്ട്രിപ്സ്, അതുമാതിരി ഒരു ഫാമിലി സ്പൈസി ഫ്രൈസ്, ഒരു കാസ്ലോ സലാഡ്, 4 ബന്ന്, 3 പെപ്സി. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താ വെച്ചാൽ നമുക്ക് വാങ്ങാം. അപ്പോൾ ഡ്യൂ വേണമെങ്കിൽ ഡ്യൂ തരും, ഒരു പെപ്സി ആണെങ്കിൽ എന്താ നമ്മളെ ചോയ്സാണ്, നമുക്ക് വേണം എന്താ ചെയ്യുക. ഫ്രൈഡ് റൈസ് സാധാരണ നമുക്ക് നോർമലുണ്ട്, സ്പൈസി ഉണ്ട്. സ്പൈസിയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചിക്കന് എല്ലാം മിക്സായിട്ടാണ് ഉണ്ടാവുക, വലുതും ചെറുതെല്ലാം മിക്സായിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒരു 8 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിൽ എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നല്ലൊരു വൈബാണ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ആളുകളൊക്കെ തിരക്കുള്ള. അപ്പോൾ ഞങ്ങളെ അടുത്ത് തന്നെ വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് കഴിക്കാമെന്നുള്ള ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ ആണ് ഇവിടെ വന്നുള്ളത്. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ളതാണ്, പീസുകളൊക്കെ ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. ഈ ഒരു പീസ് നമ്മൾ 7 മിനിറ്റ് കൂടുതൽ വെയിറ്റ് ചെയ്തതിന് ക്യാപ്സി നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഈ കാണുന്ന ചെറിയ ഒരു ഇത് സ്ട്രിപ്സ് അല്ലേ, കോൾസ്ലോ. അത് കോൾസ്ലോ എൻ്റെ ഫേവറേറ്റ്. എല്ലാവർക്കും ഈ ക്യാപ്സിൽ ചിക്കനും ഫ്രൈസൊക്കെ ഇഷ്ടം, പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം, കാരണം ഞാനൊരു പാൽ ഫാനാണ്. പിന്നെ കുഴപ്പമില്ല. ഈ നോർമൽ ഫ്രഞ്ച് ഫ്രൈസിനേക്കാൾ എനിക്ക് ഇഷ്ടം ഈ ഒരു ക്യാപ്സിൽ ഈ ഒരു സാധനമാണ്. വെച്ചാൽ നല്ല സ്പൈസി സോൾട്ടൊക്കെ യൂസ് ചെയ്തിട്ട് വേറെ തന്നെ മൂടാട്ട് ഇത് കഴിക്കാൻ. അതേമാതിരി ഈ സാധനം ഇത് കോൾസ്ലോ ആണ്, അടിപൊളിയാണ്. അത്ര വണ്ണം ഇഷ്ടമല്ല. ആര് സുൽത്താന് പറഞ്ഞ ഇഷ്ടമില്ല. ഇതെല്ലാം കൂടി കഴിച്ച് തീരുമെന്ന് നമുക്ക് സംശയം. പിന്നെ സുൽത്താൻ്റെ ധൈര്യത്തിലാണ് ഇപ്പോൾ ഇത് വാങ്ങിയത്. സുൽത്താൻ കഴിക്കാന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്തായാലും നമ്മളിത് ബാക്കിയൊക്കെ ഇവിടെ വെച്ച് പോകില്ല, ഇത് കഴിച്ചിട്ട് തന്നെ പോവുള്ളൂ. ഓനെ സ്റ്റാൻഡേർഡാക്കി കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടി. പക്ഷെ എനിക്ക് അതിലൊരു വിഷയമല്ല കേട്ടോ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ തിന്നണം. നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. ചിക്കൻ ഞങ്ങൾ ചിക്കന് അത്യാവശ്യം ഇത് ചിക്കൻ എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടുത്തെ ബ്രോസ്റ്റഡ് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടുന്ന് ബ്രോസ്റ്റ് കഴിച്ച്. ഇവിടുന്ന് നമ്മൾ കഴിച്ചാൽ ഇവിടുന്ന് കഴിച്ചിക്കണേ. അജ്മാൻ വേറൊരു സ്പോട്ടിൽ നിന്ന് കഴിച്ചിക്കണം. 2 സ്ഥലത്ത് നിന്ന് കഴിച്ച്. പിന്നെ നാട്ടിൽ പോയിട്ട് ഞാൻ 2 പ്രാവശ്യം 2 സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ട് നാട്ടിൽ നിന്ന്. ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ പറയുക എന്താ വെച്ചാൽ ദുബായിത്തെ ചിക്കൻ്റെ ഇതിൻ്റെ വ്യത്യാസമായിരിക്കും. ചിക്കൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസമല്ല. അപ്പം ഇവിടുത്തെ ചിക്കനേക്കാൾ ടേസ്റ്റ് നമ്മുടെ നാട്ടിലത്തതാണ്. പക്ഷേ അത് കഴിച്ചിട്ട് എനിക്ക് മറ്റേ ചിക്കൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ബാഡ് സ്മെല്ല്, ഇങ്ങനെ പൊളിക്കുമ്പോൾ വരുന്ന ഒരു നീരൊക്കെ ഒലിച്ചിട്ട് 2 ക്യാപ്സിലും അങ്ങനെയും എനിക്ക് കിട്ടിയത് കേട്ടോ. പക്ഷെ ഇവിടുത്തെ പക്ക ഒരു നീറ്റ് ഉണ്ട്. കഴിക്കുമ്പോൾ